റിപ്പോർട്ടർ ബ്രേക്കിംഗ്. വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാനുള്ള KECBയുടെ പുതിയ കരാർ വഴി ഉണ്ടാകുന്നത് വലിയ സാമ്പത്തിക നഷ്ടം. ഒരു വർഷത്തേക്ക് 24 മണിക്കൂറും ലഭ്യമാക്കുന്ന 200 മെഗാവാട്ട് വൈദ്യുതി വാങ്ങാനാണ് കരാർ. ഇതിനായി 840 കോടിയാണ് ഒരു വർഷത്തേക്ക് ചെലവാവുക. കരാർ പ്രകാരം ഒരു യൂണിറ്റ് വൈദ്യുതിക്ക് നൽകേണ്ടത് 5.96 രൂപയാണ്, അഥവാ 5 രൂപ 96 പൈസ. 2 രൂപ 50 പൈസയുള്ളപ്പോഴാണ് ഈ പകലും ഇതേ നിരക്കിൽ തന്നെ വൈദ്യുതി വാങ്ങേണ്ടി വരുന്നത്. നിലവിൽ പകൽ സമയത്ത് ലഭ്യമാകുന്ന വൈദ്യുതിയുടെ നിരക്ക് 2 രൂപയ്ക്കും താഴെയാണ്. ഉയർന്ന വിലയ്ക്ക് വൈദ്യുതി വാങ്ങുന്നത് KECBക്ക് അധിക സാമ്പത്തിക ബാധ്യതയുണ്ടാക്കും. ഭാവിയിൽ വൈദ്യുതി നിരക്ക് ഉയരുമോ എന്നതാണ് ആശങ്ക. ഗോപാൽ ശിലാസനലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഗോപാൽ ശിലാസനൽ, ഇതിൽ നമ്മൾ ഇപ്പോൾ വൈദ്യുതി വാങ്ങാൻ പോകുന്നത് NTPCയിൽ നിന്നും അദാനിയുടെ പവർ കമ്പനിയിൽ നിന്നുമാണ് എന്നുള്ള വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. പകൽ സമയത്ത് 2 രൂപയ്ക്ക് കിട്ടുന്ന വൈദ്യുതി രാത്രിയാകുമ്പോഴേക്കും 8-9 രൂപയായി മാറുന്നു. അവിടെയാണ് ഇപ്പോൾ സംസ്ഥാനം റൗണ്ട് ദ ക്ലോക്ക് അടിസ്ഥാനത്തിൽ 5 രൂപ 96 പൈസയ്ക്ക് പൂർണ്ണ സമയത്തും 24 അവേഴ്സ് എന്ന മട്ടിൽ വാങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ പകൽ സമയത്ത് 2 രൂപയ്ക്ക് കൊടുക്കേണ്ടതിന് പകരം 3-4 രൂപ അടുപ്പിച്ച് അധികം സംസ്ഥാനം കൊടുക്കേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടാവുന്നു അല്ലേ? അതെ ഡോക്ടർ, വലിയ സാമ്പത്തിക ബാധ്യതയിലേക്കാണ് ഈ കരാർ സംസ്ഥാനത്തെയും KECBയെയും നയിക്കുന്നത് എന്നതാണ് നമുക്ക് കണക്കുകൾ പ്രകാരം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ തരത്തിൽ, അതായത് പല തരത്തിൽ ഈ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം സംസ്ഥാന സർക്കാർ ഭാഗത്തു നിന്നും KECBയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് നേരത്തെ 10 രൂപ വരെ ആ യൂണിറ്റിന് നൽകി വൈദ്യുതി വാങ്ങിയത്. ഇപ്പോൾ ഈ വിഷയം പരിഹരിക്കുന്നതിന്റെ ഭാഗമായി 5.96 രൂപ ഒരു യൂണിറ്റിന് നൽകിക്കൊണ്ട് ദിവസം 24 മണിക്കൂറും വൈദ്യുതി വാങ്ങാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തി. അതൊരു കരാർ. ആ നിലവിൽ വരുമ്പോഴുള്ള പ്രതിസന്ധി, രാത്രിയിൽ ഈ പൈസയ്ക്ക് വൈദ്യുതി വാങ്ങുന്നതിൽ വലിയ പ്രശ്നങ്ങളില്ല. പക്ഷേ പകൽ സമയത്തേക്ക് വരുമ്പോൾ രൂപയിൽ താഴെ പകൽ സമയത്ത് വൈദ്യുതി ലഭിക്കും എന്നിരിക്കെയാണ് 24 മണിക്കൂറും, അതായത് രാത്രിയും പകലും ഈ പണം കൊടുത്ത്, അതായത് ഏതാണ്ട് 6 രൂപ കൊടുത്ത് ഈ വൈദ്യുതി വാങ്ങാൻ സംസ്ഥാന സർക്കാർ നിർബന്ധിതരാകുന്നത്. ഏതാണ്ട് ഒരു വർഷം 840 കോടിയോളം രൂപയാണ് ഇതിനുവേണ്ടി മാത്രം ചെലവാകുന്നത്. ഇത് വലിയ ബാധ്യത എന്ന് മാത്രമല്ല, വലിയ തരത്തിലേക്കുള്ള ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ കൂടി ഉണ്ടാകും എന്ന ഒരു ആശങ്ക ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. കാരണം 2 മാസത്തെ മാത്രം ഈ വൈദ്യുതി വാങ്ങുന്നതിന് വേണ്ടിയുള്ള ചെലവ് ഏതാണ്ട് 350 കോടി രൂപയാണ്. അതേ കണക്ക് വെച്ച് മുന്നോട്ട് പോകുകയാണെങ്കിൽ ഇത് എവിടെ ചെന്ന ആശങ്ക ഈ ഉദ്യോഗസ്ഥർക്കിടയിൽ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കറണ്ട് ചാർജ് അടക്കം, അതായത് നിലവിൽ ഉണ്ടാകുന്ന കറണ്ട് ചാർജ് അടക്കം വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ചുള്ള ഉണ്ടാകേണ്ടി വരും എന്ന വിലയിരുത്തലാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥരും KECBയും സംസ്ഥാന. ഓക്കെ, താങ്ക് യു. ഗോപാൽ ശിലാസനലാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ